യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാവരും അനുഭവിക്കുന്ന, അതായത് ഭൂരിഭാഗം ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വ്യൂസ് ഇല്ല, ആരും കാണുന്നില്ല എന്നുള്ളത്. അതുമാത്രമല്ല, വീട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ ചോദ്യം ചെയ്യലും അവരുടെ കളിയാക്കലൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഡിപ്രഷനാകും. അപ്പോൾ ഇങ്ങനെ ഡിപ്രഷൻ ആകുമ്പോൾ പലരും ചെയ്യുന്നത് എൻ്റെ ചാനലിൻ്റെ താഴെ വന്ന് അല്ലെങ്കിൽ വീഡിയോയിൽ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യും, റീച്ച് ആവുന്നില്ല, എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ വായിക്കാറുണ്ട്. വായിക്കുമ്പോൾ ചിലതൊക്കെ ഞാൻ ഓൾറെഡി ചാനലിലൊക്കെ പറഞ്ഞായിരിക്കും, പക്ഷേ ചിലതൊക്കെ വിഷമം തോന്നും. അപ്പോൾ ഇങ്ങനെ അവരുടെ ചാനലൊക്കെ കയറി നോക്കണം എന്ന് തോന്നും, ചിലതൊക്കെ കയറി നോക്കാറുമുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയുള്ള കമൻസുകളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം, അവരുടെ ചാനലിലേക്ക് പോയി നോക്കിയിട്ട് എന്താണ് പ്രശ്നം എന്നറിയില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ ചാനലാവോ, ഈ കേൾക്കുന്നത് നിങ്ങളുടെ ചാനൽ അതിലുണ്ടാവും, ആരുടെ ചാനലുണ്ടാവോ. കാരണം ഞാൻ ഇന്ന ആളുടെ ഒന്നുമില്ല, എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് അതിലേക്ക് പോയിട്ട് വീഡിയോസ് നോക്കുകയാണ് ചെയ്യുന്നത്. കാരണം പുറത്തു നിന്നുള്ള കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ, സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റില്ല. പക്ഷേ അത് അങ്ങനെ നോക്കേണ്ട വലിയ ആവശ്യമില്ല, നമുക്ക് പുറത്ത് നോക്കിയാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, കമൻ്റ് ഇട്ട ആളുകളുടെ പ്രശ്നങ്ങളിലൂടെ നമുക്കൊന്ന് പോയി വെക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയിൽ താഴെ വന്ന കമൻറ്റുകൾ ആണ് ആദ്യം നോക്കുന്നത്. അതിൽ ഈ ഒരു കമൻറ്റും അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത്, മറ്റൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നലിട്ട കമ്മ്യൂണിറ്റി പോസ്റ്റ്. അതിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പോസ്റ്റ് ഇട്ടത്, ആളുകൾ എന്തൊക്കെ പറയുന്നു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ സംഭവത്തിലൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു കമൻറ്റ്, പിന്നെ ഡേ അനലൈസ് എന്ന് പറയുന്ന ചാനലാണ്, ആരാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ നമുക്ക് നോക്കാം. ഈ ഫെബ്രുവരി 20 സ്റ്റാർട്ട് ചെയ്തത്, 76 ദിവസത്തിൽ 600 സബ്ബായി, 11 വാച്ച് അവറായി, ഷോർട്ട് വ്യൂ 77K. എന്താണ് ഇനി ശ്രദ്ധിക്കേണ്ടത്? അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ചാനലൊന്ന് കയറി നോക്കാം. ചാനൽ കയറി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരുടെ പ്രശ്നം, ഇവർക്ക് വ്യൂസ് കണ്ടോ, ലോങ് വീഡിയോസിനെല്ലാം വ്യൂസ് 69, 190, അതായത് ഒരു 200 താഴേക്ക് ഉണ്ടാവുള്ളൂ എന്തായാലും. എങ്ങനെ വന്നാലും നമുക്കിത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. കണ്ടോ, 200 താഴെയുള്ളൂ, കറക്റ്റാണ്, നമ്പർ മാറിയിട്ടില്ല. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, ഞാൻ ലൈവായിട്ട് നോക്കുന്നതാണ് ഇപ്പോൾ, അല്ലാതെ നേരത്തെ നോക്കിയിട്ട് പറഞ്ഞതല്ല. അതിന് റീസൺ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അതിന് റീസൺ എന്ന് പറഞ്ഞാൽ ഇവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഷോർട്സിലാണ്. അപ്പോൾ ഈ ഷോർട്സിൽ ഇങ്ങനെ അടിച്ച് വ്യൂസ് കയറി വരുന്നുണ്ട്, കണ്ടോ, 151K ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ലോങ് വീഡിയോ റീച്ച് ആവാൻ നല്ല പണിയാണ്. അതിപ്പോൾ അൽഗോരിതം കൂടുതലും പിന്നെ നമ്മൾ ഷോർട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് വീഡിയോനാണ് പുഷ് ചെയ്യുക, ലോങ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ ലോങ് വീഡിയോനാണ് പുഷ് ചെയ്യുക. അങ്ങനെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതാണ് ഇവരുടെ പ്രശ്നമാണ്, വേറൊന്നുമല്ല. ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ചെയ്തിരിക്കുന്നത് ഷോർട്ടാണ്. ഇനിയിപ്പോൾ ഇവർക്കൊക്കെ ചാനൽ റീച്ച് ആക്കണമെങ്കിൽ ഒറ്റ വഴിയിലും എന്ത്, ഷോർട്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഷോർട്ട് നിർത്തി ലോങ് വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഷോർട്ടും ഇല്ല ലോങ്ങും ഇല്ലാത്ത അവസ്ഥയാവും. പക്ഷേ 1-2 മാസം എടുത്തെങ്കിലും തിരിച്ച് ലോങ്ങിലേക്ക് വരാൻ പറ്റും. പക്ഷേ അത്രയൊക്കെ ക്ഷമ ആൾക്കാർക്ക് ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ ചാനലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ ഡെപ്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഷോർട്സ് ആയതുകൊണ്ട് പിന്നെ കാര്യമായിട്ട് സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഈ ബേർഡ് ചത്ത് അങ്ങനെയുള്ള ഇതൊക്കെ ആകുമ്പോൾ ആളുകൾ കൂടുതൽ കാണും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകും. അടുത്തത് അത് ഗുഡ് ഇൻഫർമേഷനാണ്. ഞങ്ങൾ ഓൺലൈൻ ന്യൂസ് ചാനൽ തുടങ്ങി, ജൂൺ ആയാൽ 1 ഇയറായി, 28,000 സബ് വാച്ചർ. ഓക്കെ, അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. മോണിറ്റൈസേഷൻ ആവാനുള്ള തിരക്കിലാണ്. നോക്കാം, മോണിറ്റൈസേഷൻ ആവാനുള്ള തിരക്കിലുള്ള ആളുടെ ചാനൽ എങ്ങനെ പോകുന്നു എന്നൊന്ന് നോക്കട്ടെ. ഷിബിലി TK, ചിലപ്പോൾ ഇതൊക്കെ എൻ്റെ ഗ്രൂപ്പിലുള്ള ആളായിരിക്കും കേട്ടോ. ഗ്രൂപ്പിലുള്ള ആളല്ല, കാരണം തമ്പനയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പം ഷിബിലിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17 വ്യൂസ്, 41, 705, 326 ഇങ്ങനെ പോകുന്നുണ്ട്. ഇതും മിക്കവാറും ഇത് തന്നെയായിരിക്കും, ഷോർട്ട് തന്നെ ആയിരിക്കും, പ്രശ്നമില്ല. ഇതിൽ അങ്ങനെ ഷോർട്ട് കയറി പോയിട്ടില്ല, കുറവാണ്. പക്ഷേ എന്നാലും അത് നോക്കണം, ഷോർട്സിൻ്റെ അനലറ്റിക്സിൽ കയറി നമ്മൾ നോക്കണം ഷോർട്സിൻ്റെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഇതിൽ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തമ്പനയിലൊരു ഇഷ്യൂ ആണ്. തമ്പനയിൽ പിന്നെ കാര്യമായിട്ട് എഴുതി കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നല്ല ഭംഗിയിൽ എഴുതി കൊടുത്താൽ പിന്നെയും ആൾക്കാർ കാണും. നമുക്കിനി ഒരു വീഡിയോ കൂടി ജസ്റ്റ് കണ്ടുനോക്കാം. ഹായ് ഓൾ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി TK വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു വ്ളോഗാണ്.
അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരേക്ക് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. ഇതിലിപ്പം എന്താ പ്രശ്നം എന്നറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വ്ളോഗാണ്. പക്ഷേ ഈ ഒരു വ്ളോഗ്, ഈ ടൈപ്പ് വ്ളോഗിന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കൊറോണേൻ്റെ സമയത്തൊക്കെ. ഇപ്പം അത്ര വലിയ ഇമ്പോർട്ടൻസ് ഈ ഒരു ടോപ്പിക്കിന് എനിക്ക് കാണുന്നില്ല. കാരണം ആൾക്കാരങ്ങനെ കാണുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ ഒരു ദിവസം കണ്ടിട്ട് ഒരാൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അങ്ങനെയുള്ളൊരു വാല്യൂ ഉള്ള, ഈ ആൾ വാല്യൂ ഇല്ല എന്നല്ല അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറയുന്നത് ഫേസ് വാല്യൂ ഉള്ള ഒരു സെലിബ്രിറ്റിയോ മറ്റൊക്കെ ആണെങ്കിൽ നമുക്കൊരു ആകാംക്ഷയുണ്ട്, അവരെങ്ങനെയാണ് ഒരു ദിവസം ജീവിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി. അതിപ്പോൾ നമ്മൾ സാധാരണക്കാർ, ഇപ്പോൾ ഞാൻ ചെയ്താൽ പോലും ചിലപ്പോൾ ആൾക്കാർ കാണണമെന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് വെച്ചാൽ അത്രയും ഫേമസ് ആയ ആളുകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കാണും. ഇനി ഇപ്പം വരുന്ന കാലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ റീച്ച് അതൊന്ന് കുറവായിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ മറ്റ് വീഡിയോസ് റീച്ച് ആയിട്ടുണ്ടല്ലോ. കാരണം ഇതിൽ തന്നെ 500 സംതിങ് ഉണ്ട്, 200 ഉണ്ട്. അത് ഞാൻ നേരത്തെ 2000 കണ്ടല്ലോ. അതാ തിരക്കിട്ട പണിയിൽ പാമ്പ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പാമ്പ് പാമ്പില്ലാട്ടാ പാമ്പ് തിരക്കിട്ട പണിക്കിടയിൽ പാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇത്. അപ്പോൾ ഈ പാമ്പിൻ്റെ കാര്യം വെച്ചാൽ ഇപ്പോൾ ട്രെൻഡിങ്ങിലായ ടോപ്പിക് ആയതുകൊണ്ടാണ് ഈ പാമ്പിൻ്റെ വീഡിയോ കയറിപ്പോയത്. അപ്പോൾ ട്രെൻഡിങ് ആയ സമയത്ത് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതുപോലെ റീച്ചായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ടോപ്പിക്കിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യുക, നല്ല ടോപ്പിക്കുകൾ എടുത്ത് ചെയ്യുക. അപ്പോൾ തന്നെ കയറിപ്പോയിക്കോളും. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ റീച്ച് ആവില്ല. അൽഹംദുലില്ലാ ഇതിനൊരു പരിഹാരമായി എന്നൊക്കെ ഇട്ടതിന് വ്യൂസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എന്താണ് പ്രശ്നം, ആളുകൾ അത് അവിടെ അന്വേഷിക്കുന്നത്. പരിഹാരമാവണമെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പം എന്താണ് പ്രശ്നം എന്ന് അന്വേഷിച്ചിട്ടാണ് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുക. അതാണ് അതിൻ്റെ സൈക്കോളജി. അപ്പോൾ ഇതേപോലെ ഞങ്ങളുടെ വെള്ളിയാഴ്ച അതും അത്യാവശ്യം വ്യൂസ് ഉണ്ട്. റെസ്റ്റില്ലാതെ നമ്മുടെ വീട്ടിൽ ക്ലീനിങ്, അവിടെ പാമ്പിൻ്റെ ഒരു ടോപ്പിക്ക് വന്നപ്പോൾ അതും കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പാമ്പിന് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തമ്പനയിൽ ഡിസൈനൊക്കെ നല്ലതായിട്ട് ചെയ്യണം. ഇപ്പോൾ അടുത്ത ആളെ നോക്കാം. ഞാൻ വീഡിയോ കറക്റ്റ് ഇടുന്നു, പക്ഷേ എങ്ങും എത്തുന്നില്ല. 2 വർഷം കഴിഞ്ഞ് ചെക്ക് ചെയ്തിട്ട് എന്താ മിസ്റ്റേക്ക് എന്ന് പറയുമോ? നോക്കാമല്ലോ നമുക്ക് എന്താ അവസ്ഥ നോക്കാം. ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഷോർട്സ് തന്നെയാണ് ഭൂരിഭാഗം ഇട്ടിട്ടുള്ളത്. ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് ഷോർട്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഷോർട്സ് ഇടണ്ടെന്നല്ല കേട്ടോ, ഷോർട്സ് മാത്രമാകുമ്പോൾ അത് മാത്രം റീച്ച് ആവുള്ളൂ, അതാണ്. പിന്നെ വീഡിയോസ് കയറിപ്പോണ്ട വീഡിയോസ് തന്നെ ഇടണം. പിന്നെ നമുക്ക് അവർ ചെയ്ത വീഡിയോസ് നോക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ തമ്പനെയിൽസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു ഫോട്ടോ ഇട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്താലൊന്നും ഈ ചാനലിൽ റീച്ച് ആവില്ല, ഒരിക്കലും റീച്ച് ആവില്ല. ഇപ്പോൾ ഇതുണ്ടോ, ഇതിൽ എഴുതി വെച്ചിരിക്കുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. പുളിശ്ശേരി എന്നൊക്കെ എഴുതി വെച്ചതൊന്നും മനസ്സിലാവുന്നേ ഇല്ല. ഞാനുള്ളത് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പറയും കേട്ടോ. നിങ്ങൾ ആർക്കും ഈ ചാനലിൻ്റെ ഓണറായ ആരാന്ന് കേൾക്കും വിഷമമൊന്നും ഉണ്ടാവണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കത് മാറ്റാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടെന്ന് വെറുതെ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിച്ചിട്ടിരിക്കും. അതിനേക്കാളും നല്ലത് എന്താണ്, കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് സ്ട്രൈറ്റായിട്ട് പറയുന്നത്. ഇപ്പോൾ ഇതിൽ എല്ലാ തമ്പനെയിൽസ് മുഴുവൻ എന്താണ് പിന്നെ മാറ്റണം. ഇങ്ങനെയൊന്നല്ല തമ്പനെയിൽ ചെയ്യേണ്ടത്. ഇനി വീഡിയോയിലേക്ക് വരാം. വീഡിയോയിലേക്ക് വന്ന സമയത്ത് ഇനി കുറേ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ട് വീഡിയോയിൽ. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ആളുകൾ എങ്ങനെയാണ് വീഡിയോ അനലൈസ് ചെയ്യുന്നത്, അങ്ങനെ കുറേ സൈക്കോളജി ഒക്കെ ഉണ്ട്. ഞങ്ങൾ മാങ്ങ വറക്കാൻ വന്നതാലേ കണ്ടോ, ഞങ്ങളുടെ മാവിതാ ഇതുപോലെ 2 മാവ് വേറെയും കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇപ്പം 1 മാസം കൊണ്ട് ഇല്ല അതൊക്കെ. വീഡിയോ ഒക്കെ കൊള്ളാട്ടോ, വീഡിയോ ഒക്കെ അടിപൊളിയാണ്. വീഡിയോ വെച്ചാൽ നമുക്ക് അങ്ങനെയൊന്നും കുറ്റം പറയാനുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. ഇത് നല്ലതാണ്. ഇങ്ങനെയുള്ള ഒരു നാച്ചുറലായിട്ടുള്ള സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഒക്കെ നല്ലതാണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇപ്പം ഒരു പ്രായമുള്ള ചേച്ചിയാണ്, അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോറീസൊക്കെ ഉണ്ടാവും, പണ്ടത്തെ ഈ മാവിൻ്റെ കഥ, അങ്ങനെയുള്ള സാധനങ്ങൾ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ റീച്ച് ആകും. പക്ഷേ റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യണ്ടേ, ക്ലിക്ക് ചെയ്താലല്ലേ ഇത് കാണുള്ളൂ. അപ്പോൾ ഈ ക്ലിക്ക് വരാത്തതുകൊണ്ടാണ് റീച്ച് ആവാത്തത്. അപ്പോൾ ആ തമ്പനെയിലെ ഇഷ്യൂസ് ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ കുറേയും കൂടി വ്യൂസ് വരാൻ തുടങ്ങും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സംസാരിക്കുന്നത് രീതിയിൽ ഒരു കഥയൊക്കെ ഉൾപ്പെടുത്തി ഒന്ന് ചെയ്താൽ വരും. പിന്നെ ഈ #ഒന്നും കൊണ്ടിടരുത് ഇതിൽ. ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യേണ്ടത്. കാരണം ഇങ്ങനെ കുറേ നമ്മൾ #ഉം ഗ്രാൻഡ്മ കിഡ്സ് അജീന്നൊക്കെ ഇട്ടിട്ട് കാര്യമില്ല. അതൊരു ചാനലിൻ്റെ പേരിടുമ്പോൾ എന്ത് ചെയ്യണം, ഈ ചാനലിൻ്റെ പേരാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ എഴുതി കൊടുക്കണം. ഇത് അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതിയല്ലോ.
ഈ ആഷ് ഇട്ടിട്ട് അല്ല സോറി ഈ പൈപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഇതിട്ടിട്ട് ഇതെല്ലാം അത് വേറെ സാധനം ഇടേണ്ടത്, അത് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് അവിടെ ചാനലിൻ്റെ പേര് തന്നെ കോപ്പി ചെയ്തിടാം. ഓക്കെ, അപ്പോൾ അത് നോക്കി. ഇപ്പോൾ ഷെയ്ഖിൻ്റെ പിന്നെ നമ്മളെ ഗ്രൂപ്പിലുള്ള ആളാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഈ ഗ്രൂപ്പിൽ ആഡാക്കുമെന്നൊരു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് എന്താ വെച്ചാൽ ഞാൻ ജൂലൈ വരെയാണ് ഗ്രൂപ്പിൻ്റെ ഒരു സക്സസ് മന്ത്രയുടെ ഒരു കാലാവധി. അപ്പോൾ പിന്നെ ഇനി നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല, ഏകദേശം ആൾക്കാരായി. അപ്പോൾ ഞാൻ പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പം മന്ത്ലി പേയ്മെൻറ്റ് എന്ന രീതിയിലാണ് ആക്കുക. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ പോകാം. കാരണം വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപകാരമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനേക്കാളും നല്ലത് മാസം ഒരു പൈസ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ അടച്ചിട്ട് വേണമെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ ഒഴിവാകാമെന്നുള്ളത് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വിട്ടത് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനാണ് അതിൽ തുടരണോ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ രീതിയിലേക്കാണ് ഇനി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇത് 6 വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3670 സബ്സ്ക്രൈബേഴ്സ്, വാച്ച് അവർ കുറവാണ്. നോക്കട്ടെ, ഇതിലൊക്കെ പ്രശ്നം എന്താ, ഇവർ 6 വർഷമായിട്ട് ഒരേ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി 60 വർഷമായാലും ഇതന്നെയൊക്കെ റിസൾട്ട് ഉണ്ടാവുക. അതാണ് ഇപ്പോൾ തമ്പനയിൽസ് ഒറ്റ വീഡിയോക്ക് തമ്പനയിലില്ല. അതുപോലെ ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ് ഇത് കണ്ടോ എന്തൊക്കെയോ ഇട്ടുണ്ട്. പക്ഷേ ഷോർട്സിന് വ്യൂസ് കുറവാണ്. സ്വാഭാവികമായിട്ടും ഷോർട്സിന് വ്യൂസ് കുറയുമ്പോൾ ലോങ്ങിൻ്റെ വീഡിയോ കുറച്ചുണ്ടാവേണ്ടതാണ്. അതുപോലെ കുറേ #ടാഗ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതുപോലെ സ്ലീവ് ബ്ലൗസ് എന്നൊക്കെ പോകുമ്പോൾ എന്താണ് ഇവിടെ കറക്റ്റ് തമ്പനയിൽ കൊടുക്കണം. ഇപ്പോൾ 6 വർഷമായിട്ട് നമ്മൾ സെയിം മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ എവിടെ എത്തൂല. ഇപ്പോൾ ഒക്ടോബർ 13 ഒക്കെ ടൈറ്റിൽ അത്രയൊക്കെ ഉള്ളൂ. ഇതുണ്ടോ, ടൈറ്റിലൊക്കെ അങ്ങനെ കൊടുത്തുള്ളൂ. അപ്പോൾ ആൾക്കാർ അതൊന്നും കാണൂല. ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് അതിന് യൂട്യൂബിലുണ്ട്. ആ സമയത്ത് അവരെന്ത് ചെയ്യില്ല, ഇങ്ങനെയുള്ളത് സെലക്ട് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ കറക്റ്റായിട്ട് തമ്പനയിൽ കൊടുക്കുക, ടൈറ്റിലൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ടൈറ്റിലൊക്കെ വീഡിയോസ് ഞാൻ കുറേ ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നും സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ സംസാരിക്കാതെ കിട്ടുകഴിഞ്ഞാൽ ആൾക്കാർ കാണൂല. നമ്മൾ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഇപ്പം ആൾക്കാർ ഫേസ് കാണിച്ചിട്ടും നല്ല നല്ല അടിപൊളി ക്യാമറ വെച്ചിട്ടൊക്കെ ഈ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പിടിച്ചേക്കണ്ടേ, അവരുടെ അടുത്ത് പിടിച്ചേക്കണമെങ്കിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് AI വെച്ചിട്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ വോയിസ് ഓവർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിലും ചെയ്തിട്ടില്ല. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ 6 വർഷം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്ത് ഇനി 6 അല്ല 60 വർഷം കഴിഞ്ഞാലും ഇതേ രീതിയിലേക്കും പോവാം. അപ്പോൾ അത് മാറ്റിയിട്ടില്ലെങ്കിൽ എവിടെ എത്തൂല. ഇതുണ്ട് അടുത്ത ആൾ 7 വർഷമായി എന്നിട്ട് സെയിം ആയിരിക്കും. ഇത് കണ്ട് ഞാൻ എത്ര ആളോട് പറഞ്ഞറിയും. പ്രധാന വില്ലൻ ഷോർട്ടായിരിക്കും കേട്ടോ. എല്ലാവരുടെയും പ്രധാന വില്ലൻ ഷോർട്ടായിരിക്കും, പിന്നെയാണ് മറ്റിലേക്ക് വരാം. അപ്പോൾ ഇതിൽ ഷോർട്സിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചാനലിൽ ഇനി ഷോർട്സാണ് ഏറ്റവും കൂടുതൽ റീച്ച് ആവുക. ലോങ് റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഷോർട്സ് ഒന്നുകിൽ സ്റ്റോപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ചാനൽ തുടങ്ങിയിട്ട് ലോങ് വീഡിയോ ഇടുക. പിന്നെ ഇതിൽ ഈ പറഞ്ഞ പോലെ #ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഹാഷ് ഇട്ടിട്ട് സ്പേസ് കൊടുത്താൽ #ടാഗ് പോയി. അതായത് നമ്മളൊരു സംഭവത്തിന് ഹാഷ് ഇട്ടിട്ട് സ്പേസ് കൊടുത്താൽ അവിടെ #ടാഗ് കട്ടായി, #ടാഗും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ എന്താ ഇല്ല, #ടാഗും ഇല്ല, ടൈറ്റിലും ഇല്ലാത്ത അവസ്ഥയായി. അപ്പം കംപ്ലീറ്റ് ഇത് മാറ്റണം. ഇപ്പം തമ്പനയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ കിട്ടിയിട്ട് നമ്മൾ ഈ ഇൻഷോട്ടിൽ ഇങ്ങനെയുള്ള സാധനത്തിൽ പോയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചാൽ തമ്പനയിലാവില്ല. അതാണ് ആദ്യം എല്ലാവരും മാറ്റേണ്ടത്. എല്ലാവരും കൺസെപ്റ്റ് മാറ്റേണ്ടതാണ്. ഈ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടിട്ട് അത് എൻ്റെ തമ്പനയിലാണ്, നിങ്ങളെല്ലാം ആ വീഡിയോ കാണണമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും കാണില്ല. തമ്പനയിൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി കൃത്യമായി ഡിസൈൻ ചെയ്തിട്ടാൽ മാത്രമേ റീച്ച് കിട്ടുള്ളൂ. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. കണ്ടോ, ഇതിലെല്ലാത്തിനും തമ്പനയിലുണ്ടോ. പേഴ്സണലി ഞാനാണെങ്കിൽ വീഡിയോ കാണൂല, പക്ഷേ ചില ആളുകൾ കാണും. ലേഡീസായ ആൾക്കാർക്ക് എന്താ വെച്ചാൽ അവരിങ്ങനെ ഈ ടെക്സ്റ്റ് വായിച്ചിട്ടാണ് കാണുക. പക്ഷേ ആ ടെക്സ്റ്റ് പോലും ക്ലിയർ അല്ല അത്. നിങ്ങൾക്ക് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇഷ്ടമാണ് എങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ടും കാണണം കേട്ടോ. വലിയ ഒരു 3 മിനിറ്റുള്ള വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടായിരിക്കും എൻ്റെ വീഡിയോസ് യൂട്യൂബ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ ഒരു ഇമോജി ആണെങ്കിൽ പോലും ഒരു കമൻറ്റ്, ഒരു ലൈക്കും ഷെയറൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ രക്ഷപ്പെടും, എൻ്റെ ചാനൽ രക്ഷപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ ചാനലിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡയലോഗാണ്.
അതായത് ഒരു വീഡിയോ തുടങ്ങുമ്പം തന്നെ സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇമോജി ഇടണം എന്നൊക്കെ പറഞ്ഞത് സഹിക്കുക. ഓക്കെ, സ്വാഭാവികമായിട്ട് ഒരാൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ആനിമേഷൻ കൂടി. ഒരു വീഡിയോയുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 15 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെയാണ്. അത് 18 എന്നൊക്കെ പറയുന്നു, എന്നാലും 15 സെക്കൻഡ് പിടിക്കാം. ഈ 15 സെക്കൻഡ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ആ വീഡിയോ എന്താണെന്നും നിങ്ങൾ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ഈ വീഡിയോനെ കുറിച്ചല്ല, നിങ്ങളെ ചാനലിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ സബ് ചെയ്യുന്നതിനെ കുറിച്ച് പറയും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ കാണാൻ വന്ന ആളുകൾക്ക് മൊത്തം ബോറടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത 15 സെക്കൻഡിൽ ആനിമേഷൻ കൂടി കാണിച്ചു. അതോട് ശുഭം, എല്ലാം തീർന്നു. ആൾക്കാർ അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവരെ റിട്ടൻഷൻ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. റിട്ടൻഷൻ 1 ഒറ്റ പോക്ക് താഴോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് പ്രശ്നം. ഇതും തമ്പനയിലും മാറ്റിയാൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഈ ഒരു നിങ്ങൾ വിചാരിക്കും ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ വിചാരിക്കും. ഒന്ന് മാറ്റി നോക്കിയിട്ട് ഈ ചാനലിൻ്റെ ആൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ട് തമ്പനയിലും മാറ്റിയിട്ട് ഇട്ടിട്ടൊന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടൊന്ന് പറയും നിങ്ങൾക്ക് എത്ര വ്യൂസ് കിട്ടി. നിങ്ങളെ ബോധം പോകും ചിലപ്പോൾ. ഇത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ആൾക്കാർക്ക് 1 ലക്ഷം വരെ കിട്ടിയിട്ടുണ്ട് വ്യൂസ്. 1 ലക്ഷം, 50,000, 20,000 ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് തന്നെ അത്ഭുതമാണ്. അയ്യോ, നമുക്ക് ഇത്രയൊക്കെ വ്യൂസ് കിട്ടും. ആക്ച്വലി അവരുടെ പ്രശ്നം കൊണ്ടല്ല ഇത് വ്യൂസ് വരാത്തത്. അവർക്ക് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. അത് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ നമ്മളിപ്പം യൂട്യൂബ് ചാനൽ ടിപ്സ് പറയുമ്പോൾ എല്ലാം ഇപ്പം ഇങ്ങനെ ഇതുപോലെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്ന് വെച്ചത്. കാരണം കുറേ ആളുകൾക്ക് ഉപകാരമാവുമെന്ന് തോന്നി. ഇനിയിപ്പോൾ നമ്മൾ നേരെ താഴോട്ട് വന്നാൽ ഞാൻ ഈ ജനുവരി 26 ചാനൽ തുടങ്ങി പഠിച്ചു വരുന്നത് സബ്ബാവുന്നത്. ജനുവരി 26 തുടങ്ങിയല്ലേ, അപ്പോൾ സമയമുണ്ട്, പ്രശ്നമില്ല. പിന്നെ ഇത് മോണിയായ ടീമൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നത് ഇതിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അത് ഇന്നലെ ഇട്ടൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ചാനൽ എങ്ങനെ പോകുന്നു. 39 കമൻറ്റാണുള്ളത്. അതിൽ നമുക്ക് വായിച്ചു വെക്കാം. ഇപ്പം എക്സ്പ്ലോർ ഷോപ്പിംഗ് എന്ന വ്യൂസ് ഇല്ല, ഐ സ്റ്റോപ്പ്ഡ് പോസ്റ്റിംഗ്, ഡിസപ്പോയിൻറ്റ് മൈസെൽഫ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് ആൾ ഭയങ്കര ഡിപ്രഷനായി വീഡിയോ നിർത്തി എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാമല്ലോ. ഇത് മൊത്തം ഷോർട്സാണ്, ഫുള്ളായിട്ട് ഇട്ടുള്ള ഷോർട്സാണ്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തം വീഡിയോ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇനിയിപ്പോൾ റീച്ച് ആയാലും പ്രശ്നം യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് അത് റീയൂസ്ഡ് കണ്ടൻറ്റ് വരും, സ്വന്തം വീഡിയോ അല്ലെങ്കിൽ. ഇതിപ്പം ഫോട്ടോ മാത്രം ഇട്ടിട്ട് ഈ വോയിസ് ഇടുന്നില്ല, അതിനും പ്രശ്നമാണത്. റീച്ചായി കിട്ടൂല്ല, യൂട്യൂബ് മോണിറ്റൈസേഷൻ തരുമില്ല, അതാണ് പ്രശ്നം. ഇനി അടുത്തതിലേക്ക് വരാം. ഇതിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളാണ്. 1 മണിക്കൂർ 1500 വ്യൂസ് കിട്ടി, പിന്നെ വീഡിയോ സ്റ്റക്കാവും. അതൊക്കെ പിന്നെ നമുക്ക് പറയാം. വെക്കേഷൻ ആയതുകൊണ്ട് ഫുൾ ഡൗൺ ആണ്. എഡ്യൂക്കേഷൻ ചാനൽ 1 ഇയർ ആയി. 1 ഇയർ ഇന്ന് തികഞ്ഞു, മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അയ്യൂബ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് സുഖമാണോ? ചാച്ചാ കോ ദേഖ് കർ ആദാബ് ഹോ. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോസിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇങ്ങനെയുള്ള വീഡിയോസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഭയങ്കര മൈക്രോ നിഷാണ്. മൈക്രോ നിഷ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹിന്ദി പഠിപ്പിക്കുന്നതാണ്. ഹിന്ദി പഠിപ്പിക്കുന്ന കുട്ടികളാണ് കാണേണ്ടത്. കുട്ടികൾ ഒരു കാരണവശാലും കാണില്ല. പിന്നെ രക്ഷിതാക്കൾ കണ്ടിട്ട് അവർ റെക്കമെൻഡ് ചെയ്യും കുട്ടികളോട്, നിങ്ങൾ ഈ വീഡിയോ കാണും, ഈ ചാനൽ കാണും. അപ്പോൾ അവരങ്ങനെയൊക്കെ പറഞ്ഞ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഫേമസ് ആയ റെപ്യൂട്ടഡായ ടീം, വലിയ ഇപ്പം സൈലൊക്കെ പോലെയുള്ള ടീമുണ്ടല്ലോ, അങ്ങനെയുള്ളവരെയാണ് അവർ നിർബന്ധിക്കുള്ളൂ. ബാക്കിയൊക്കെ കുട്ടികൾ വന്ന് കാണേണ്ടതാണ്. അപ്പം
നമുക്ക് ഒരു പ്രൊഫഷൻസി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൽ ഭയങ്കര പ്രാവീണ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്തത് കൊണ്ട് നമുക്ക് എന്തുണ്ടാവണമെന്നില്ല, പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. അതിൻ്റെ ഒരു ക്ലാസ് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പം ഇതിലെ തമ്പനയിലായാലും കാര്യങ്ങളായാലും നമുക്കങ്ങനെ കുട്ടികൾക്കാണ് ഇത് കാണേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ കാണുന്നത് കണ്ടിട്ട് തോന്നണ്ടേ? അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചാനൽ നിങ്ങൾ എന്തായാലും ഉറുദു അറിയുന്ന ഒരാളാണെങ്കിൽ, ഉറുദു വിത്ത് മീ എന്നെങ്കിൽ ഉറുദു അറിയുന്ന ആളാണെങ്കിൽ അതിൽ കുട്ടികളിൽ നിന്ന് മാറ്റിയിട്ട് അഡൾട്ടിലേക്ക് കൊണ്ടുവരാം. വലിയ ആളുകൾക്ക് ഉറുദു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് വലിയ ആളുകൾക്ക് എങ്ങനെ ഉറുദു സംസാരിക്കാം, അല്ലെങ്കിൽ ഉറുദുവിന് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്താനും അവർ കാണാനും സാധ്യതയുണ്ട്. അപ്പോൾ തമ്പനയിൽ മാറ്റണം, നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന രീതി മാറ്റിയിട്ട് അങ്ങനെ കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ ഇതിൽ കുറേ മിക്സ്ഡ് ആയിട്ട് ഇട്ടിട്ടുണ്ടല്ലേ. ഈ പുസ്തകങ്ങൾ സൂപ്പറാണ്, പക്ഷേ ഈ പുസ്തകങ്ങൾ സൂപ്പറാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ തമ്പനയിലൊക്കെ ഒന്ന് ക്ലിയർ അല്ല. അതാണ് ഈ മെയിനായിട്ട് പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്ക്. അത് റീച്ച് കിട്ടാൻ ഭയങ്കര പണിയായിരിക്കും. അപ്പം വിഷമം തോന്നണ്ട കേട്ടോ, ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറയും. ഞാൻ എല്ലാവരോടും ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരോടും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് വിഷമം തോന്നരുത്, ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പറയും. അത് നിങ്ങൾ ഒന്ന് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ദേഷ്യമുള്ളതുകൊണ്ടൊന്നുമല്ല. ഇനി ഇതിൽ നോക്കട്ടെ. വാച്ച് ഒരിക്കലും കിട്ടില്ല എന്ന് തിരിച്ചറിയാൻ ഉദ്ദേശിക്കുന്നു. രാജേന്ദ്രനാഥ്. അല്ല, ഇതൊക്കെ കോമൺ ഇഷ്യൂസ് ഇതൊക്കെയാണ്. ഈ വാച്ച് അവർ കിട്ടുക പറഞ്ഞാൽ ആൾക്കാർ കണ്ടാലല്ലേ വാച്ച് അവർ കിട്ടുള്ളൂ. ആൾക്കാർ കാണാത്ത എന്തുകൊണ്ടാണ്? ഈ തമ്പനയിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, പൊതുവേ എല്ലാവരും 80% ആളുകളും വിചാരിക്കുന്നത് അവർ തമ്പനയിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടാൽ ആളുകൾ എൻ്റെ വീഡിയോ കാണണം, എൻ്റെ വീഡിയോ എന്തുകൊണ്ട് കാണുന്നില്ല, അങ്ങനെയല്ലല്ലോ. അങ്ങനെ ആൾക്കാർ കാണുമല്ലോ. ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ പോലും തമ്പനയിൽസിൽ എഴുതിയത് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പോലും ആൾക്കാർ കാണുന്നില്ല. അതാണ് പ്രശ്നം. ഓരോ ഇൻഡിവിജ്വൽ വീഡിയോസിൽ നമ്മൾ നന്നായി ടോപ്പിക്കും തമ്പനയിൽസൊക്കെ കൊടുത്താലേ കാണുള്ളൂ. പിന്നെ ലോങ് വീഡിയോ കയറാത്തപ്പോൾ ഒരുപാട് ഷോർട്സ് ഇടും. അപ്പോൾ ആ ഷോർട്സ് ചിലത് കയറിപ്പോവും. ഈ ഷോർട്സിൽ 1.1K എന്നൊക്കെ പറയുന്നത് ശരിക്കും 300 ഉണ്ടാവുള്ളൂ. എൻഗേജ്ഡ് വ്യൂസ് എടുത്ത് നോക്കി അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഈ ചാനലിൻ്റെ ഒക്കെ പ്രശ്നം. ചാനലിനെ ബാധിക്കുന്ന ഇതൊക്കെയാണ്. അപ്പം നമ്മൾ എന്തൊക്കെയോ പരിപാടി ചെയ്തിട്ട് യൂട്യൂബിൽ സക്സസ് ആവില്ല. യൂട്യൂബിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ പോകണം. നിങ്ങൾ നോക്കിയാൽ മതി, അങ്ങനെ സ്ട്രക്ചറിൽ പോയ ആൾക്കാരെല്ലാം പട്ടേന്ന് തൊട്ട് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ജൂലൈ ആകുമ്പോഴേക്ക് 50 പേരെ മോണിറ്റൈസേഷൻ ആക്കുമെന്നാണ് പറഞ്ഞിട്ടാണ് ഗ്രൂപ്പ് തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് ഏകദേശം 42 ആളുകൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഒരു ആൾക്കാർ കൂടെ ആവാനുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ പോയാൽ കണ്ടൻറ്റ് ചെയ്യും. ഇപ്പം നിങ്ങളൊക്കെ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിച്ചില്ല, അതന്നെ വലിയ കാര്യം. കാരണം എല്ലാവർക്കും ഈ ധൈര്യമില്ല, അങ്ങനെ യൂട്യൂബിൽ കയറി ഒരു വീഡിയോ ചെയ്യാനുള്ള ധൈര്യങ്ങളൊന്നും എല്ലാവർക്കും ഇല്ല. അപ്പോൾ അത് കാണിച്ച് ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളെ പഠിക്കേണ്ടുള്ളൂ. അപ്പോൾ ഒരു ചാനൽ നമ്മൾ ഫെയിലായി എന്ന് വെച്ചിട്ട് അവിടെ നിർത്തുന്നു വേണ്ട. അടുത്ത ചാനൽ തുടങ്ങുക, അതിൽ ഈ പറ്റിയ എല്ലാ മിസ്റ്റേക്കുകളെയും ശരിയാക്കിയിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ചെയ്യുക. ആ ചാനൽ സക്സസ് ആകും. നിങ്ങളോട് ആരാ പറഞ്ഞത് ആദ്യത്തെ ചാനലാണ് സക്സസ് ആകുക എന്നുള്ളത്? അങ്ങനെയൊന്നുമില്ല. 2, 3, 4 ചാനലൊക്കെ ആയിരിക്കും സക്സസ് ആയിട്ട് വരിക. അപ്പം അതുകൊണ്ട് ഒരു ചാനൽ ഫെയിലാവുന്നതൊന്നും ഒരു വിഷയമല്ല. അത് ഫെയിലായിക്കോട്ടെ, നിങ്ങൾ അടുത്ത ചാനൽ തുടങ്ങിക്കോ. ചാനൽ നിർത്താൻ പോകുന്നു എന്ന് ശ്രീലത കുറുപ്പ്. അതുകൂടി നോക്കി. നിർത്താൻ പോകുന്ന ആൾക്കാർ ചാനലൊക്കെ ഒന്ന് നോക്കാം. ഇതിലിപ്പോൾ കൂടുതൽ ഷോർട്ടാണ്. ഈ ഷോർട്സിന് എന്തുകൊണ്ടറിയാം, ഇതിപ്പം ആൾക്കാർക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്ത് കിട്ടും എന്നൊരാൾ ചോദിക്കുമ്പോൾ നമുക്കതിന് മറുപടി പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഷോർട്സ് ഇട്ടിട്ട് റീച്ച് ആവുമെന്ന് വിചാരിച്ചാൽ ആവില്ല. ഷോർട്സിന് ഞാൻ പറയാം ലോങ് വീഡിയോനേക്കാളും പണിയാണ്. 10 മിനിറ്റ് ലോങ് വീഡിയോ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി പണിയാണ് 1 മിനിറ്റ് ഷോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആ 10 മിനിറ്റിൽ പറയുന്ന കാര്യം നമ്മൾ 1 മിനിറ്റിൽ പറഞ്ഞു തീർക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ പണിയൊന്നുമല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 2 ലോങ് വീഡിയോ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഷോർട്സാണ്. അപ്പോൾ ഈ പെറ്റ്സിനൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും വീഡിയോ. പെറ്റ്സിനൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റും.
വീഡിയോ റീച്ച് ആവാതെയൊന്നുമില്ല, റീച്ച് ആകും. പക്ഷേ അത് കുറച്ചുകൂടി പ്ലാനൊക്കെ ചെയ്തിട്ട് ചെയ്യണം. എങ്ങനെ വേണം, എന്ത് സ്റ്റോറി വേണം എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നോക്കണം, ഒന്നോ രണ്ടെണ്ണം കൂടി നോക്കാം. എന്തായാലും ഇത്രയും സംസാരിച്ചല്ലേ, കയറി വരും. എന്താ എന്നാ പറയുക, ഒരു മാറ്റവും ഇല്ല, ഇത് ശരിയാവും തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾക്കാരോടൊക്കെ നമുക്ക് നോക്കാം എന്താണ് പ്രശ്നം അറിയണമല്ലോ. വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ 3 വീഡിയോസേ ഉള്ളൂ, ബാക്കിയൊക്കെ ഷോർട്ടായിരിക്കും. ഉണ്ടല്ലേ, ഈ ഷോർട്സൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കൂടുതൽ ഇതിൻ്റെ ഡെപ്തായിട്ട് ഇറങ്ങാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഈ ഷോർട്സ് എന്താണ് അതിലുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഷോർട്സ് ഇട്ടിട്ട് കാര്യമില്ല, ഞാനതാ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ അന്നേരം പറയും ഇങ്ങനെ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് റീച്ച് ആവേണ്ട, അവൻ്റെ എനിക്കാവാത്തത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ അവതരണവും അല്ല അവർ സംസാരിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും, അവർ ക്യാമറ എടുക്കുന്ന ആംഗിൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടായിരിക്കാം. അതുപോലെ തമ്പനയിൽ കൊടുക്കുന്ന ആ ഫോട്ടോ പിക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല പിക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വ്യൂസ് കിട്ടും. പക്ഷേ ഷോർട്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കാണുന്ന 1900K എന്നൊക്കെ പറയുന്നത് ശരിക്കും 1.9K എന്ന് പറയുന്നത് ശരിക്കും അത്രയും ഉണ്ടാവില്ല, ഒരു 600-700 ഉണ്ടാവുള്ളൂ. എൻഗേജ്ഡ് വ്യൂസാണ് നോക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ റീച്ചൊക്കെ ഇപ്പം നമുക്ക് 2000-3000 കിട്ടിക്കഴിഞ്ഞാലും പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ അതിൽ നോക്കുന്ന സമയത്ത് വളരെ കുറവായിരിക്കും കൗണ്ട് കാണിക്കുക. ഇതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ട്രാപ്പിൽ വീഴുന്നതുകൊണ്ടാണ് മെയിനായിട്ട് പ്രശ്നം വരുന്നത്, ഷോർട്സിൻ്റെ ട്രാപ്പിൽ വീഴുന്നുണ്ട്. അപ്പം നമുക്ക് പിന്നെ എനിക്ക് തോന്നുന്നു കുറേ സമയമായും തോന്നുന്നു. എന്തായാലും കുറേയൊക്കെ ഞാൻ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഏകദേശം ഇതുപോലെ തന്നെയായിരിക്കും പ്രശ്നം. കാരണം നമ്മൾ ഒരു 20-30 ചാനൽ നോക്കിയാലും കോമൺ ആയിട്ട് 2-3 രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലാവർക്കും വരിക. തമ്പനയിൽ ഉണ്ടാവില്ല, ഷോർട്സ് കൂടുതലിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് വരിക. അപ്പോൾ അതിന് നിങ്ങൾ ആരും തന്നെ നിർത്തിയിട്ട് പോകരുത്, അങ്ങനെ തോറ്റു കൊടുക്കരുത്, ഒരു സാധനത്തോടും തോറ്റു കൊടുക്കരുത്. നിങ്ങൾ ഇറങ്ങാനുള്ള ധൈര്യം കാണിച്ചു. ഇനി എന്ത് ചെയ്യണം, ഇത് തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുക. അതായത് പരാജയത്തിന് ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക. പരാജയത്തിന് ആക്സെപ്റ്റ് ചെയ്യുക പറഞ്ഞാൽ എൻ്റെ ചാനൽ ആദ്യത്തെ ചാനൽ റീച്ച് ആയിട്ടില്ല. ആ റീച്ച് ആവാത്തതിൻ്റെ കാരണം നാട്ടുകാരല്ല, ഞാൻ തന്നെയാണ്. നാട്ടുകാർ കാണാത്തതല്ല, നാട്ടുകാർ കാണാത്തത് ഞാൻ അതിനെ കാണുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നാട്ടുകാർ കാണാത്തത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യും, ഇതിനെ പഠിച്ചിട്ട് കൃത്യമായിട്ട് ചെയ്തിട്ട് ഞാൻ അടങ്ങുള്ളൂ എന്ന രൂപത്തിൽ തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ഇറങ്ങി നോക്കി, ഉറപ്പായി സക്സസ് ആകും. അങ്ങനെ സക്സസ് ആയ എത്ര ആളുണ്ട് വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ പിന്നെ അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ബാക്കിയുള്ളവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. അങ്ങനെ സക്സസ് ആയവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിർത്തിയിട്ടൊന്നും പോകണ്ട. പിന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യുക. കുറേ സമയമായി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഗ്രൂപ്പിൻ്റെ കാര്യം, പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും. എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് നോക്കിക്കോ. അതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെയിലി അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും, കുറേ കാര്യങ്ങൾ, കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിടാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.